ഒരു കൊല്ലമാണ് കഴിഞ്ഞുപോയത്. മരണത്തിലേക്ക് അടുക്കുകയാണ്, ഖബറിലേക്ക് അടുക്കുകയാണ്. അസ്രായിലിനെ കാണാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാ വാപ്പാ. പെങ്ങളെ 25, 26, 30, 31 പൊന്നുമോളെ ചിന്തിക്ക്. ഒരു കൊല്ലം നിന്റെ ജീവിതത്തിൽ നിന്ന് പൊഴിഞ്ഞുപോയി. മരണത്തിലേക്ക് അടുക്കുകയാ, ഖബറിലേക്ക് അടുക്കുകയാ. എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ. അതുകൊണ്ട് നന്മകൾ ചെയ്യാൻ പറ്റുമോ? നന്മകൾ ചെയ്യാൻ പറ്റുമോ? മാക്സിമം നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നന്മകൾ മാത്രം നീ നിന്റെ ജീവിതത്തിൽ ചെയ്യൂ. എന്റെ പ്രിയപ്പെട്ട സഹോദര, അല്ലാതെ അള്ളാന്റെ സ്വർഗം കിട്ടുമെന്ന് നീ കരുതണ്ട, സമാധാനമുള്ള ജീവിതം കിട്ടുമെന്ന് കരുതണ്ട. പടച്ചവനെ, താനൂര് നിന്നിട്ട് പരപ്പനങ്ങാടിയിലേക്ക് പോകുന്ന ഒരു ബസ്സിനകത്ത് കൈ കാണിച്ച് കയറി. എന്നിട്ട് പടച്ചവനെ നീ പറയുകയാണ്, ബസ്സിനകത്തിരുന്ന് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ എന്നെ തിരൂരിലെത്തിക്കണേ അല്ലാ. പരപ്പനങ്ങാടിയിലേക്ക് പോകുന്ന ബസ്സിനകത്ത് കയറി ഇരുന്നിട്ട് പടച്ചവനെ ദുആ ചെയ്യുകയാ, തിരൂരെത്തിക്കാൻ. എങ്ങനാ മോനെ നടക്കുവോ? എങ്ങനാ പെങ്ങളെ നടക്കുമോ? അല്ലാഹു പറയുന്നു നന്മകൾ ചെയ്യാ. നീയാണെങ്കിൽ തിന്മകളാ ചെയ്യുന്നത്. തിന്മകൾ ചെയ്തിട്ട് നീ അല്ലാഹുവോട് പറയുന്നു, എനിക്ക് നല്ല ജീവിതം എന്താ അല്ലാ, എനിക്ക് നല്ല മരണം എന്താ അല്ലാ, എനിക്ക് സ്വർഗം എന്താ അല്ലാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന സ്വർഗം ചോദിക്കാൻ നിനക്കൊക്കെ എന്ത് യോഗ്യതയാ പെങ്ങളെ? എന്ത് ചെയ്തു വെച്ചിട്ടാ നീ ചോദിക്കുന്നത്? ഉപ്പാ ഒരു നല്ല ജീവിതം അല്ലാഹുവോട് ചോദിക്കുന്നല്ലോ. എന്ത് ചെയ്തിട്ടാ വാപ്പാ? വീടിന്റെ മുറ്റത്ത് വരുന്ന ഒരു നായുണ്ടല്ലോ, അതിന് ഒരു നേരത്തെ അന്നം കൊടുത്താ അത് എവിടെ വെച്ച് നിന്നെ കണ്ടാലും നന്ദി കാണിക്കുമല്ലോ. പക്ഷേ പടച്ചറബ് നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ മുഴുവനും 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ട് ആ അല്ലാഹുവോട് നന്ദി കേടല്ലാതെ നീ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നന്മകൾ ചെയ്യണം.